ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. ജനറൽ സർവീസ്, അതേപോലെ മിററിൻ്റെ ലെഫ്റ്റ് സൈഡ് മിറർ യോക്ക് ലൂസ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് വൈസറിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ സൗണ്ട് വ്യത്യാസമുണ്ട്. വാട്ടർ സർവീസ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈൻഡർ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സർവീസ് കൂടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നിലവിൽ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്തെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ബാക്കിലത്തെ ടയറിൻ്റെ അവസ്ഥ വളരെ മോശം കേട്ടോ. തീരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിലത്തെ ലൈൻ മാത്രമേ ഉള്ളൂ, സെൻറ്ററിൽ ഒട്ടും പെടുത്തില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സൈഡ് വലിവ് വണ്ടിക്ക് കാണിക്കുന്നുണ്ട്. അതോടെ മാറ്റി കളയുകയാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ്. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഈ ഒരു സർവീസ് കൂടി ഉപയോഗിക്കാം, അടുത്ത സർവീസിൽ മാറ്റേണ്ടതായിട്ട് വരും. നിലവിൽ കമ്പനി എയർ ഫിൽറ്ററിന് കിടക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് പൊടിയുണ്ട്, തുടച്ച് ക്ലീനാക്കി ഈ സർവീസ് കൂടി നമുക്ക് യൂസ് ചെയ്യാം. അടുത്തതിൽ എന്തെങ്കിലും മാറ്റിയിടേണ്ടി വരും കേട്ടോ. അതേപോലെ ക്ലച്ച് സൈഡ് നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. പറയത്തൊക്കെ വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. ബെൻഡക്ഷൻ്റെ ഭാഗമായാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബെൽറ്റൊക്കെ നമുക്കിതിപ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. പുതിയ ബെൽറ്റ് വലിയ പഴക്കമായിട്ടില്ല. ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ട് ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു ഓയിൽ നനവുണ്ട്. പക്ഷേ അത് നമുക്കിപ്പോൾ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടൊന്നുമില്ല. പിന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിഡൻറ്റ് കേബിൾ രണ്ടും ചെക്ക് ചെയ്തിരുന്നു. വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. മിസ്സിങ്, ഓവർഫ്ലോ, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കാർബറേറ്റർ നമ്മൾ അഴിക്കുന്നില്ല. ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഇല്ല, നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതാണ് നമ്മളത് അഴിക്കുന്നില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ടിലത്തെ ആയാലും ബ്രേക്ക് ലൈൻഡറൊക്കെ പുതിയ ലൈൻഡർ കിടക്കണേ. കമ്പനി ലൈൻഡർ തന്നെ കേട്ടോ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെ യൂസ് ചെയ്താണ്. നമുക്കിതും ഇരിക്കുന്ന ബാറ്ററി 2024 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ്. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ലെഫ്റ്റ് സൈഡിലെ മിറർ, ഇതിൻ്റെ യോക്ക് ലൂസായിട്ട് കിടന്ന് പിടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ക്ലാമ്പ് നമുക്ക് മാറ്റിയിടണം. അതേപോലെ ഈ ബ്രേക്കിൻ്റെ ഈ സൈഡിൽ തന്നെ ബ്രേക്ക് സ്വിച്ചിന് ചെറിയ ലൂസ് കോണ്ടാക്ട് കാണിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. ഈ ലിവർ ഓവറായിട്ട് ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ, തേമാനത്തിൻ്റെയാണ്. അപ്പോൾ ആ ലിവറും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിവിടാം. ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റിൻ്റെ ക്ലിപ്പൊക്കെ ചാടി പോയതാണ്, അതുകൊണ്ടാണ് ഫ്രണ്ട് സൈഡിൽ നിന്ന് അത്ര സൗണ്ട് കാണിച്ചായിരുന്നത്. പിന്നെ ഇവിടുത്തെ ഈ സ്ക്രൂ ഒക്കെ ലൂസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിടാം. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പാർക്ക് പ്ലഗ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പുതിയ പ്ലഗ് കിടക്കണേ. എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ കൂട്ടത്തിൽ കൂടെ മാറ്റിയുടെ പ്ലഗ്ഗാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ പ്ലഗും മാറ്റിയിടേണ്ടി വരും കേട്ടോ. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും നമുക്ക് വേറെ പ്രോബ്ലം ആയിട്ടൊന്നുമില്ല. അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ് നമുക്ക് വന്നത്. പിന്നെ അത് നമുക്ക് ബ്രേക്ക് സ്വിച്ച്, ബ്രേക്ക് ലിവർ, അതേപോലെ തന്നെ ലിവർ ബാൻഡ്, അതാണ് നമുക്ക് ആ ഭാഗത്ത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. എഞ്ചിൻ ഓയിൽ പിന്നെ മാറ്റണ്ടെന്ന് പറഞ്ഞാൽ ലെവൽ നോക്കിയായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 5 മണി 5:30 ആവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കുള്ള. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.